ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ മാധുലക്ഷ്മി. നമ്മളിന്ന് പോകുന്നത് വള്ളക്കടവിൽ പള്ളിയിൽ പെരുന്നാളാണ്. അതിന് സ്പെഷ്യലായിട്ട് എത്തുന്നത് ആരെന്നറിയണ്ടേ? നമ്മുടെ റിമി ടോമി. അപ്പോൾ റിമി ടോമിയെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് പോകുന്നത്. ഞാനുണ്ട്, കുട്ടേട്ടനുണ്ട്, പിള്ളേരുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ശാന്തി ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ദൂരെയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നടന്ന് വേണം പോകാനായിട്ട്. അങ്ങോട്ട് വണ്ടി പോലീസുകാർ കടത്തി വിടില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ പള്ളി അതിമനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പള്ളി നല്ല രീതിയിൽ ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു. ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. കാരണം 7:30 ആയപ്പം നമ്മുടെ റിമി ടോമി വന്നു. അതുപോലെ തന്നെ അവർ ഈ ഗാനമേള സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ എത്താൻ കുറേ താമസിച്ചുകൊണ്ട് തന്നെ ജനപ്രളയം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ആ ഏരിയയിലേക്കൊന്ന് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതുപോലെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഗാനമേള നമുക്കൊന്ന് കാണണ്ടേ, ആസ്വദിക്കണ്ടേ. അപ്പം നമുക്ക് ഗാനമേളയുടെ എല്ലാ വീഡിയോസും വിഷ്വൽസും ഇതിലൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക.
കൂട്ടുകാരെ നമ്മുടെ ഈ റിമി ടോമിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാരണം 7:30 തുടങ്ങിയതുകൊണ്ട് തന്നെ 9:30 ആയപ്പോഴത്തേനും ഗാനമേള എല്ലാം തീർന്നു. അപ്പം സാധാരണ ഗാനമേള 9:30 തീരുന്നതൊക്കെ റെയർ പീസാണ്. പക്ഷേ എല്ലാവരും അതിലേറെ ആ സമയത്തൊക്കെയാണ് കൂടുതലും ആളുകൾ എത്തിയത് കേട്ടോ. കുറേ പേർക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റിമി ടോമിയുടെ ഗാനമേള കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സിനെയും കാര്യം എല്ലാം കണ്ടു. നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനൊന്നും പറ്റിയില്ല. കാരണം അതുപോലെ ജനങ്ങൾ ഇടിച്ച് തിങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു നിൽക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ റിമി ടോമിയുടെ ഗാനമേള കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനിടയ്ക്ക് 3 പേരെയും കൊണ്ട് ഋതുക്കുട്ടനുണ്ടായിരുന്നു. 3 പേരെയും കൊണ്ട് വന്നു. അവർക്ക് കഴിക്കാനുള്ള. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ കട്ടപ്പന അമ്പലത്തിലെ ഗാനമേളയ്ക്ക് കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ഒരു ചിന്ന ബ്രേക്ക്. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.